പി.വി. അൻവറിന് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായി. നിലവിൽ സഹകരിച്ചുള്ള പ്രവർത്തനം മാത്രമേ ഉണ്ടാകൂ മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം പിന്നീട് എടുക്കുമെന്നും കോൺഗ്രസ്. UDF ആയിട്ട് ആലോചിച്ചാലേ പറയാൻ കഴിയൂ. വി കൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, നിശ്ചയമായും ആരുടെ സഹകരണവും ഞങ്ങൾ സ്വീകരിക്കും. ആരുടെ സഹകരണവും നമ്മൾ സ്വീകരിക്കും, ഗുണം ചെയ്യും. എംപ്റ്റി ഹാൻഡും കൊണ്ടാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. മുന്നണിക്കകത്തേക്ക് അൻവർ പ്രവേശിപ്പിക്കുന്ന രീതിയിലായിരിക്കും തീരുമാനം. അത് മുന്നണിയായിട്ട് സംസാരിക്കണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നമുക്ക് ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റുമോ? വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തൽക്കാലത്തേക്ക് മുന്നണി പ്രവേശനമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമില്ല, എന്നാൽ സഹകരിച്ചുള്ള പ്രവർത്തനമുണ്ടാകും അല്ലേ? തീർച്ചയായും തൽക്കാലം പി.വി. അൻവറിനെ പിണക്കാതെ ഒപ്പം ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഏതാനും ദിവസങ്ങളിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പി.വി. അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് അവിടെ UDF വിജയം നേടുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് നിലവിൽ കോൺഗ്രസിനുള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ചർച്ച നടന്നത്. പി.വി. അൻവറും ഒപ്പം മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K. സുധാകരൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്ന കാര്യങ്ങൾ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. കാരണം തൃണമൂൽ കോൺഗ്രസിനെ UDF ഘടകകക്ഷിയാക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിൽ പോലും മുന്നണിക്കുള്ളിലെ മര്യാദ അനുസരിച്ച് ബാക്കിയുള്ള ഘടകകക്ഷികളുമായി സംസാരിച്ചതിന് ശേഷം മുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് കടക്കാം എന്ന് KPCC അധ്യക്ഷൻ തന്നെ പി.വി. അൻവറിനെ അറിയിക്കുകയായിരുന്നു. ഒപ്പം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസിന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ വളരെ സംവിധായകർക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരാളിനെ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി പി.വി. അൻവറിനെ അറിയിച്ചു. നേരത്തെ പി.വി. അൻവർ VS ജോയിയെ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അത് എല്ലാ അർത്ഥത്തിലും KPCCയിലെ ഒരു വിഭാഗം നേതാക്കൾ അംഗീകരിക്കുന്നെങ്കിൽ പോലും UDF മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഒരു ഏകപക്ഷീയമായ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയവുമായി മുന്നോട്ട് പോകുന്നതിനോട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ വിയോജിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച കാര്യങ്ങൾ ഒരു ചർച്ചയിലേക്ക് മാറ്റിവെച്ചത്. എന്തായാലും രണ്ട് പേരുകളാണ് നിലവിൽ ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ആര്യടൻ ഷൗക്കത്തും ഒപ്പം VS ജോയിയും. ഇതിലേതെങ്കിലും ഒരാളുടെ സ്ഥാനാർത്ഥിയാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. എന്നാൽ പി.വി. അൻവർ അന്ന് കാര്യമായ ഗൗരവത്തോടു കൂടിയല്ല VS ജോയിയുടെ പേര് നിർദ്ദേശിച്ചത്. എന്നാൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണ്ണയിക്കാനുള്ള അവകാശവും അധികാരവുമുണ്ട് എന്ന് പി.വി. അൻവർ പറയുകയും ചെയ്തു. ഒപ്പം മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച വരും ദിവസങ്ങളിൽ UDF യോഗങ്ങളിൽ ഉണ്ടാകും. നിലവിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പി.വി. അൻവറിനെ ഒപ്പം കൂട്ടി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അതുവഴി നിലമ്പൂരിൽ വലിയ തരത്തിലുള്ള വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. കാരണം അത്തരത്തിൽ ഒരു വിയോജിപ്പ് LDF പല മേഖലകളിലും നിലമ്പൂരിലുണ്ട്. ആ വിയോജിപ്പുകളും പി.വി. അൻവറിന് അനുകൂലമായി കിട്ടുന്ന വോട്ടുകളും എല്ലാം തന്നെ UDF ലഭിച്ചു കഴിഞ്ഞാൽ അത് അവിടെ UDF സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പി.വി. അൻവറിനെ പിണക്കാതെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകുക എന്ന നിലപാട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കും. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ആഴ്ച തന്നെ UDF യോഗം വിളിക്കുന്നുണ്ട്. ആ UDF യോഗത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള കാര്യത്തിലേക്ക് കോൺഗ്രസ് കടക്കും. മാത്രവുമല്ല, എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിനെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിച്ച് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒപ്പം പി.വി. അൻവറിനെ നിർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. കാളിദാസ്. അതുതന്നെയാണ് പി.വി. അൻവറിന്റെ പിന്തുണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ സഹായകമായേക്കും എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സഹകരിച്ചുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. മുന്നണി പ്രവേശനമൊക്കെ പിന്നീട് ഉണ്ടാകും. പിന്നെ ഈ മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടിയുണ്ട്. 50ാമത്തെ ചീഫ് സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സംസ്ഥാനത്ത്. ജയതിലകാണ് 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ബിനോയ്, നിലവിൽ ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. എന്തായാലും എങ്ങനെയാണ് ഈ മന്ത്രിസഭാ യോഗം ജയതിലകിലേക്ക് എത്തിയത്? അതോടൊപ്പം തന്നെ ജയതിലകായത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല.
ഈ മാസം 30-നാണ് നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. പകരം ചീഫ് സെക്രട്ടറിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കണ്ടെത്തുക തന്നെയായിരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ മുഖ്യ അജണ്ടയും. വലിയ വിയോജിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെ ജയതിലകിൻ്റെ പേരിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് താല്പര്യം മനോജ് ജോഷിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള ഉദ്യോഗസ്ഥനാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ KM എബ്രഹാമുമായി അദ്ദേഹം വലിയ സ്വരച്ചേർച്ചയിലായിരുന്നില്ല. തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത്. തൻ്റെ വകുപ്പുകളിൽ യാതൊരു കാരണവശാലും KM എബ്രഹാം ഇടപെടാൻ പാടില്ല എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശം കൃത്യമായി നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ താൻ കേരള സർവീസിലേക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാര്യമായി നടന്നില്ല. അതുകൊണ്ട് മനോജ് ജോഷി തന്നെ സംസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ല എന്ന് സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സർവീസിലുള്ള ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ജയതിലകിൻ്റെ പേരിലേക്ക് ചീഫ് സെക്രട്ടറി സ്ഥാനം എത്തുകയായിരുന്നു. അദ്ദേഹം 1991 IAS ബാച്ചിലുള്ള ഉദ്യോഗസ്ഥനാണ്. മാനന്തവാടിയിൽ സബ് കളക്ടറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ IAS ജീവിതം ആരംഭിക്കുന്നത്. വിവിധ ജില്ലകളിൽ അദ്ദേഹം ജില്ലാ കളക്ടറായിട്ടിരുന്നു. സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. ഒപ്പം ഇപ്പോൾ അദ്ദേഹം ധനവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയാണ്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്. 2026 ജൂൺ വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി. അതേസമയം IASലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരും ആയി നേരത്തെ തന്നെ വലിയ തരത്തിലെ ചേരിപ്പോരുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട N പ്രശാന്ത് IAS ഉൾപ്പെടെയുള്ള ആളുകൾ ജയതിലകിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല, ലീവ് എടുക്കുന്ന കാര്യത്തിൽ യാതൊരു രേഖകളുമില്ലാതെ ജയതിലക് ലീവ് എടുത്ത് പോകുന്ന ഒരാളാണ്. പലപ്പോഴും അത്തരത്തിലുള്ള നീക്കങ്ങൾ പല ആവർത്തി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ തന്നെ N പ്രശാന്ത് വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു. തൻ്റെ IAS ജീവിതത്തിൽ വലിയ തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും അത്തരത്തിൽ IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജയതിലക് IASനെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ഒരു പക്ഷേ മുഖ്യമന്ത്രിക്കും താല്പര്യമുള്ള പേരുകളിൽ ഒന്ന് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമമായി എത്തുന്നത്. അതിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യം മനോജ് ജോഷിയായിരുന്നു. എന്നാൽ അദ്ദേഹം നിലവിലെ സാഹചര്യത്തിൽ തൽക്കാലം കേരളത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ല എന്ന് മുഖ്യമന്ത്രിയെ തന്നെ അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ജയതിലക് IASന് നറുക്ക് വീഴുന്നത്. കാളിദാസ്. ശരി ബിനോയ്, സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി ജയതിലക് IASനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫ്രറ്റേണിറ്റി പ്രീമിയർ ലീഗിൽ സീഹോഴ്സ് സെയിലേഴ്സും ടാർഗേറിയൻ ടേൺസും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Great numbers in the bowling cards for the captain of Cheetah Chasers. High and handsome and all the way for a maximum. And